ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് വെണ്ടക്കായ വെച്ചിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാനാണ്. അപ്പോൾ വെണ്ടക്കായ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കടലമാവ് നമ്മൾ ഇതിലിടണം. പിന്നെ ഒരു 2 സ്പൂൺ അരിപ്പൊടി, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ വെണ്ടക്കായ എത്ര എടുത്ത് അതിനനുസരിച്ച് ഇതിന് ഇൻഗ്രീഡിയൻസിന് മാറ്റം വരുത്തണണ്ട. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മസാല നമ്മൾ ഇതിൽ കൂട്ടി മിക്സ് ആക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. നന്നായി മിക്സ് ആക്കാം. നമുക്കിത് വറുക്കാനായിട്ട് പോവാം. അപ്പോൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്തിൻ്റെ അത് ചൂടായി. പിന്നെ നമ്മൾ ഇങ്ങനെ ഇതെടുത്തിടണം. ഓരോന്നോരോന്നായിട്ടിടാം. അപ്പോൾ ഇത് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട വെണ്ടക്കായ നന്നായിട്ട് ഫ്രൈ ആയി. ഇത് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിയാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ കടലമാവിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തില്ലെങ്കിൽ നല്ലതാണ്. പ്രാവശ്യം കൂടി ചെയ്തിടണം. നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. നല്ല ക്രിസ്പി ആയ കാരണം നല്ല ടേസ്റ്റാണ്. നമ്മളിട്ട വെണ്ടക്കായ നന്നായി ഫ്രൈ ആയി ഞാൻ എടുക്കണം. നമ്മൾ കുറച്ച് സവാളയും പച്ചമുളകൊക്കെ ഒന്ന് ഫ്രൈ ആക്കി ഇതിലിടാം. സവാള അരിഞ്ഞ് വെച്ചിട്ട് അതിടണം. അതിലേക്ക് ലേശം ഉപ്പിടാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. നമ്മൾ വെച്ച സവാള ഏതാണ്ട് ഫ്രൈ ആയി തുടങ്ങി. പിന്നെ ഒരു 4-5 പച്ചമുളക് നടുവിരിത്. കുറച്ച് വേപ്പില്ല. ഇതൊക്കെ ഫ്രൈ ആയിട്ട് നമുക്ക് ഈ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടക്കായരെ കൂടിയിടണം. വെച്ച സവാള നന്നായി ഫ്രൈ ആയി
ഞാൻ ഗ്യാസ് ഓഫാക്കി ഇതിൻ്റെ കൂടെ ഇടാൻ പോവാം. നമ്മൾ വെച്ച വെണ്ടക്കായ ഫ്രൈ തയ്യാറായി. അപ്പം ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളത് വീട്ടിൽ ചെയ്ത് നോക്കിയോളാം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ വീട്ടിലിത് ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.